ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു ഡെസേർട്ടാണ്. അതിന് വേണ്ടി ആദ്യമേ പഞ്ചസാര ഒന്ന് ക്യാരമൽ ചെയ്യാൻ വെക്കണേ. ഈ സമയം കൊണ്ട് കസ്റ്റാർഡ് പൗഡർ എടുത്തിട്ടുണ്ട്. 1 സ്പൂൺ കസ്റ്റാർഡ് പൗഡറും 1.5 സ്പൂൺ പാലും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. തരികളൊന്നും ഇല്ലാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. അന്നേരത്തേക്കിന് നമ്മുടെ പഞ്ചസാര ക്യാരമൽ ചെയ്ത് ഒരു കളറൊക്കെ എത്തിയിട്ടുണ്ടായിരിക്കും കേട്ടോ. ഈ ഒരു കളർ മതി, കൂടുതൽ ബ്രൗൺ ഒന്നും ആവണ്ട. അതിലേക്ക് 1 കപ്പ് പാലൊഴിക്കുക. പാലൊഴിക്കുന്ന സമയത്ത് ഇതേ കൂട്ട് കട്ടിയായിട്ടിരിക്കും കേട്ടോ. അത് പക്ഷേ കുറച്ചും കൂടെ നേരം ഒന്ന് ചൂടാക്കി വരുമ്പോഴത്തേനും അതൊക്കെ അങ്ങ് മെൽറ്റ് ആയിക്കോളും. ഇത് മെൽറ്റായി വരുന്ന സമയത്ത് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന കസ്റ്റാർഡ് പൗഡറും കൂടെ ചേർക്കുക. എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക. ഈ ഒരു പരുവത്തിൽ നമുക്ക് ഓഫാക്കാവേ. എന്നിട്ട് ഞാൻ കുറച്ച് മാങ്ങ ചെറുതായിട്ടൊന്ന് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതും കൂടെ ഇതിനകത്തോട്ട് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ചൂട് മാറിയതിന് ശേഷം 3 മണിക്കൂർ ഫ്രിഡ്ജിലും കൂടെ വെച്ച് നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുക്കണേ. ഫ്രിഡ്ജിലൊക്കെ വെച്ച് തണുപ്പിച്ചെടുക്കുമ്പോഴത്തേക്കിന് ഈ ഒരു പരുവത്തിലൊക്കെ കിട്ടിയിട്ടുണ്ടായിരിക്കും കേട്ടോ. എന്നിട്ട് ഒരു പാത്രത്തിലോട്ട് ഇങ്ങനെ ഒന്ന് കമത്തി വരുമ്പോഴത്തേക്കിന് നമ്മുടെ സൂപ്പർ ഡെസേർട്ട് റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ്. എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ട ചാനലും കൂടി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അടുത്ത ഷോർട്സുമായിട്ട് ഉടനെ തന്നെ കാണാവേ.